നമസ്കാരം. ഇറാന് വളരെ ശക്തമായ മുന്നറിയിപ്പാണ് സൗദി അറേബ്യയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇറാൻ ഇനിയും ഏകപക്ഷീയമായിട്ട് മധ്യേഷ്യൻ രാജ്യങ്ങൾക്കെതിരെ നേരെ ആക്രമണം നടത്തിയാൽ തീർച്ചയായിട്ടും പ്രത്യാക്രമണം ഉണ്ടാകും. അത് വളരെ ശക്തമായ പ്രത്യാക്രമണം തന്നെയായിരിക്കും എന്ന് സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇറാനേക്കാളും വളരെ ശക്തമായ ഒരു സൈന്യം സൗദി അറേബ്യയ്ക്കുണ്ട്, വളരെ ശക്തമായ ഒരു വ്യോമസേനയുണ്ട്. സൗദിയുടെ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അത്ര ശക്തിയൊന്നുമില്ല. ഇനി ഇസ്രായേൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് സംയുക്തമായ ആക്രമണം നടക്കുന്നു. ഇസ്രായേൽ ഇന്നും ലെബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത്. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് അമേരിക്കയും ഇസ്രായേലും വളരെ ശക്തമായ ആക്രമണം നടത്തുന്നു. ഇനി സൗദിയുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ മധ്യേഷ്യൻ ഭാഗത്തുനിന്ന് വളരെ ശക്തമായൊരു ആക്രമണം തന്നെ ഇറാൻ നേരിടേണ്ടി വരും. ഇനി ഇറ്റലി പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇറാന് നേരെ തിരിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനൊരു ഘട്ടത്തിൽ ഇറാൻ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ ഇതൊരു കുർദിസ്ഥാൻ എന്ന രീതിയിൽ പുതിയൊരു രാജ്യം ഉണ്ടാകുകയും അങ്ങനെ ഇറാൻ്റെ പല ഭാഗങ്ങൾ ഛിന്നഭിന്നമായി പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അല്ലെങ്കിൽ റസാ പഹ്ലവിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഭരണകൂടം ഇറാനിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇറാൻ ഈ രീതിയിൽ ഇറാന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇനി കുർദിസ്ഥാൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് കുർദുകൾക്ക് വലിയ ചതിയാണ് നേരിട്ടത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് തന്നെ കുർദുകൾക്ക് ഒരു രാജ്യം പകർന്ന് കിട്ടുമെന്നൊക്കെയാണ് അന്ന് ഉറപ്പ് നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് അത് കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായി. കുർദുകൾ വലിയ രീതിയിൽ ചതിക്കപ്പെടുകയും സദ്ദാം ഹുസൈൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ കുർദുകൾ നേരിടേണ്ടി വന്നു. പിന്നീട് അവിടെ ഐസിസ് ഇറാഖിൽ പിടിമുറുക്കുന്ന സമയത്ത് ലൈംഗിക അടിമകളായി മാറുകയായിരുന്നു കുർദുകൾ. അങ്ങനെ വലിയ രീതിയിൽ കുർദുകൾ വലിയ പ്രശ്നങ്ങളൊക്കെ നേരിട്ടു. നിരന്തരം കുർദുകൾ പ്രക്ഷോഭം നടത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പോലും അവരുടെ വീര്യം ചോർന്നു പോയിട്ടില്ലെന്നാണ്. ശക്തമായ രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും അവരുടെ ഒരു രാജ്യത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1975 മുതൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കുർദുകൾക്ക് ശക്തമായ പിന്തുണയുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുർദു രാജ്യം ഈ മേഖലയിലേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇനി മറ്റൊരു ഭാഗത്ത് റസാ പഹ്ലവിയുടെ നേതൃത്വത്തിൽ ഒരു ഷാ ഭരണകൂടം ഇറാനിൽ വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ഒരു ഷാ ഭരണകൂടം വന്നു കഴിഞ്ഞാൽ 1979 ഇറാൻ പോലെ വളരെ ശക്തമായ സ്വാതന്ത്ര്യമുള്ള വളരെ വെസ്റ്റേൺ പാശ്ചാത്യ ശൈലിയിൽ ചിന്തിക്കുന്ന ഒരു രാജ്യമായി ഇറാൻ മാറും. അങ്ങനെ ഇറാൻ ഏതെങ്കിലും ഇങ്ങനെ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ച് ഇറാൻ മാറുക എന്നത് മാത്രമാണ് ഇനി മുന്നിലുള്ളത്. ആയത്തുള്ള ഖമേനിയുടെ അടുത്ത തലമുറയായ മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ഇറാൻ രൂപപ്പെടും എന്ന് ഇറാൻ വ്യാമോഹിക്കേണ്ട കാര്യമില്ല. ഇപ്പോഴുള്ള താൽക്കാലിക ഭരണകൂടം തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് അടുത്ത ഭരണാധികാരിക്ക് കൈമാറുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ഇറാൻ ഭരണകൂടം ചെയ്യേണ്ടി വരിക. ഇല്ലെങ്കിൽ ഇറാനിൽ ഒരു സമാധാനം ഉണ്ടാകാത്ത ഒരു അവസ്ഥയുണ്ടാകും. ഇനിയൊരു 2-3 മാസം ഇറാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇനി എത്ര തന്നെ ആയുധങ്ങൾ ഉണ്ടായാലും ഇത്രയധികം രാജ്യങ്ങൾ വളരെയധികം സംയുക്തമായി ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാന് പരാജയമല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.